നിരാശയിൽ പോയതായിരുന്നു. എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല 6 മണിക്ക് രാവിലെ. ഞാൻ ബോംബെന്നാണ് വന്നത്. അപ്പോ ഞാന് അന്നേരം തൊട്ട് ട്രൈ ചെയ്യുമായിരുന്നു. 9:30 ഷോ കിട്ടി ഇപ്പൊ രാവിലത്തെ. വളരെ വേറൊരു ലെവൽ L3 ഒരു തുടക്കം വെച്ചിട്ടുണ്ട്. പിന്നെ മുരളി ഗോപിയുടെ റൈറ്റിംഗ് നന്നായിട്ടുണ്ട്. മ്യൂസിക് നമുക്ക് എണ്ണക്കാൻ തോന്നില്ല, അത്രയും നന്നായിട്ട് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ലുക്ക് കിഡിലൻ ലുക്ക്, ലാലേട്ടൻ രക്ഷയില്ല. പിന്നെ അത്ര തന്നെ ഒരു ലെവലില് പൃഥ്വിരാജും ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങ് ഇൻവോൾവ് ആയി പോകും. സെക്കൻഡ് ഹാഫ് ആണ് പടം പൊക്കുന്നത്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടിലും സെക്കൻഡ് ഹാഫ് ആവുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് ഇൻവോൾവ് ആയി പോകും. ഫുൾ ജസ്റ്റിസ്, ലൂസിഫറിന്റെ ആ ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഞാന് എന്താണ് ഓരോ ദിവസം യങ് ആയിക്കൊണ്ടിരിക്കുന്ന പോലെ ലാലേട്ടൻ തോന്നുന്നു. ഒരു 47 ഇയേഴ്സ് നമ്മുടെ ആ ഒരു ചെരിഞ്ഞ തോളയിൽ തന്നെ ഇപ്പോഴും ഇൻഡസ്ട്രിയെ കൊണ്ടുപോകുന്നതിന് ഹാറ്റ്സ് ഓഫ് ആണ്. ലാലേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വരെ കുറച്ച് സീനിൽ വരുള്ളൂ, പക്ഷെ ആ സീനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ലൂസിഫർ മാതിരിയല്ല, വേറൊരു ടൈപ്പ് എടുത്താണ്, നന്നായിട്ടുണ്ട്. അങ്ങനല്ല, ലൂസിഫർ നമുക്ക് വേറെ ആദ്യം ഒരു ഫസ്റ്റ് അനുഭവം ഇല്ല, അതങ്ങനെ കാണുന്ന ഒരു സിനിമ. ഇത് അങ്ങനല്ല, ഇത് ലൂസിഫർ നമുക്ക് കഥ അറിയാം, പക്ഷെ ഇതല്ല, ഒരു ടൈപ്പ് വേറൊരു ടൈപ്പ് പടം. സ്ലോയിൽ പോയിട്ട് നല്ല ഹൈപ്പിൽ വരണ പടം, നല്ല രസം. ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടനെ കാണിക്കുമ്പോൾ മാസ് സീനോ സൂപ്പർ ആയിട്ട്, എല്ലാം അടിപൊളിയായിട്ട് സൂപ്പർ. നമുക്കൊരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന അതേ ലുക്ക് ഉണ്ട്, ഒരു ബോറിംഗ് ഒറ്റ സീനില്ല, അടിപൊളിയാണ്. ആണോ, ഉറപ്പായിട്ടാണ്, സൂപ്പർ ആയിട്ടുണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നില്ല കേട്ടോ, ഞങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. അത് ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും പടം, കാരണം അങ്ങനത്തെ രീതിയിൽ എടുത്തേക്കണം. അതായത് ഓവറായിട്ട് മാത്സ് അങ്ങനെ ഒന്നും രീതിയിലൊന്നുമില്ല, കഥ നല്ല സ്റ്റോറി ബേസ് ആയിട്ട് തന്നെ പോകണം, ഒരു കുഴപ്പമില്ലാണ്ട് പോകണം. എല്ലാം നന്നായിട്ടുണ്ട്. നമുക്ക് ലൂസിഫറിന്റെ ചില ഡയലോഗ്സ് ഇതിൽ റീവറുണ്ട്, അത് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്, പല സീൻസ്. വേറെ കുഴപ്പമൊന്നുമില്ല. മോഹൻലാലൊക്കെ അടിപൊളിയായിരുന്നു. മോഹൻലാല് പൃഥ്വിരാജ് എല്ലാവരും നല്ലതാണ്. എമ്പുരാനാണല്ലോ ഈ പടം. രണ്ടും സെയിം, രണ്ടും വേറെ വേറെ പടമായിട്ടാണ്. നൈസായിട്ടുണ്ട്, എല്ലാം നല്ല നൈസായിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യണം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടണ പോലെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ഈ പടം നമ്മൾ ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു. ആക്ഷൻ മൂവി അല്ലേ, അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടായി. മനസ്സിലായില്ല. ആ കുഴപ്പമില്ല, നിക്കും. എന്താ അങ്ങനെന്ന് ചോദിച്ചാ കുഴപ്പമില്ല, അങ്ങനെ ഇത്ര ഇതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതും കുഴപ്പമില്ല, നല്ലതായിരുന്നു. പൊളി, അടിപൊളി. കണ്ടിട്ടില്ല. പൊളി പടം ബ്രോ. നമ്മള് കുറെ നാൾക്ക് ശേഷം ഒരു നമ്മൾ ലാലേട്ടനെ തിരിച്ചു വരുമെന്ന് വേണമെങ്കിൽ പറയാം. അത്ര കിടിലം പടം, കൊള്ളാം, കിടിലം, ഒരു രക്ഷയില്ല. എന്താ പറയാ, കുറെ നാളുകൾക്ക് ശേഷം മലയാളം ഇതിനകത്ത് പുതിയൊരു കിടിലം പടം. മലയാള ഇൻഡസ്ട്രിയെ അപ്പാക്കാൻ അത്രയും പറ്റിയ നല്ല പടം. ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫർ വേറെ ലീഗ്, ഇത് വേറെ ലീഗ്. തിയേറ്റർ എക്സ്പീരിയൻസുകളുണ്ട്, ഹൈ മൂവ്മെന്റ്സ് ഒരുപാടുണ്ട്. നമ്മുടെ ആ മുണ്ട് മടക്കുള്ള അടിയൊക്കെ അടിപൊളിയാണ്. ഖുറേഷിയുടെ സാധനം വേറെയാണ്, വേറെ ലാലേട്ട് നന്നായിട്ടുണ്ട്. ഡയറക്ഷൻ മേക്കിംഗ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയി. അതെ അതെ, മസ്റ്റ് കമ്പാക്ക് ആയിരിക്കും. ആ മുണ്ട് മടക്കികളൊക്കെ അടിപൊളി, കടവുകളെ പോലെ അതിനേക്കാളും മേലെ ഉണ്ട്. അത്രയ്ക്ക് ടെക്നിക്കൽ വൈസ് ആ ഒരു ക്വാളിറ്റിയും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ലാലേട്ടൻ ചോദിച്ചു, ഈ പടം കണ്ടിട്ട് നിങ്ങൾ പറയും ഇതിന്റെ എത്ര ചെലവായി, നിങ്ങൾ പറയാം എത്രയായി ചെലവായിട്ടുണ്ടാവും? ഒരു 300 കോടി. 300 കോടി അത് നമുക്ക് ആ കോടികളൊന്നും നമുക്ക് പൈസ ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ലെവലിലായിരുന്നു. മലയാളത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം ആദ്യമായിട്ടാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. നിങ്ങൾ തിയേറ്ററിൽ വന്നിരുന്ന പ്രേക്ഷകരോടൊപ്പം ഇന്ന് ഓഡിയൻസിനോടൊപ്പം ആ ഒരു ലാലേട്ടൻ കുറച്ച് നാൾ എവിടെയാണെന്ന് ചോദിച്ചാലുള്ള മറുപടിയാണത്. പിന്നല്ല, 100% ഇതിലുണ്ട്, കാണാം. നിങ്ങളുടെ സന്തോഷമാണ് നമുക്ക്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടന്റെ ഒരു സംഭവം ഉണ്ട്, പൊളിയാ.
എക്സ്പെക്ടേഷനേക്കാളും കൂടുതൽ നമ്മള് കിട്ടി. പ്രതീക്ഷേനൊക്കെ കൂടുതൽ പടം കിട്ടിയിട്ടുണ്ട്. അതിന്റെ അല്ലറ സൗണ്ട് പോയത് വെറുതെ ആയില്ല. കൊള്ളാം. ലാലേട്ടന്റെ ബെസ്റ്റ് കമ്പാക്ക് എന്നാണ് പറയാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പൃഥ്വിരാജ് പൃഥ്വിരാജ് ഉള്ള പടത്തെ അതിന് അഖിൽമാരാർ പറഞ്ഞു പടം പോകുന്നൊക്കെ പറഞ്ഞു. ഒക്കെ വെറുതെ. അഖിൽമാരാറുള്ള പടം എടുത്തെ പൃഥ്വിരാജ് എടുത്തെ പടം പൊളിച്ചിട്ടുണ്ട്. മേക്കിംഗ് ടോപ്പാണ് എന്നൊക്കെ പറയാം. മാസാണ് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ് ഇതിന്. ലാലേട്ടൻ കൊള്ളാം. രാജുവിന്റെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം പൊളിയാ.